എന്ത് ദൈവമേ, പ്ലീസ്. എന്റെ ഈശ്വര, ഇതിനു വേണ്ടി വന്നാണോ? രഹസ്യമായിട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചോ? ആരും അറിയാതെ അല്ല 4-5 ദിവസം വിളിച്ചത് കേട്ടോ? പൊന്നൂന്ന് കൂട്ടുകാരല്ലേ പൊന്നു നമ്മൾ. കല്യാണം കഴിഞ്ഞ് മദ്രാസിലേക്ക് പോയിട്ട് പിന്നെ മലയാള സിനിമയെ തന്നെ മറന്നു കളഞ്ഞില്ലേ? അവിടെ പോയി തമിഴ് സിനിമ നമ്മളെ തിരിഞ്ഞു നോക്കുന്നത് കുറെ കാലം എത്തിയല്ലേ ഞങ്ങളൊരു അച്ഛൻ്റെ അമ്മയിൽ കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഓരോ വേദികൾ ഉണ്ടാക്കി ഭയങ്കര സന്തോഷമുണ്ട്. വളരെ ഡിഫറെന്റ് ആയിട്ടല്ലേ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തൊക്കെ കാണാനുള്ള ഒരു അവസരമാണ്. അതിനാണ് സമാഗമം. ഇവര് 3 പേരും എന്നെ പേരാ വിളിക്കുന്നത്. ഇപ്പോഴല്ല, പണ്ടേ പണ്ട് പോലെ ധൈര്യപൂർവ്വം കേറി പൊന്നൂന്നും പൊന്നുട്ടീന്നും ഒക്കെ വിളിക്കും. അല്ലേ? പക്ഷെ എന്താണെന്നറിയാമോ, ഒട്ടും മെച്യൂരിറ്റി ഇല്ല. അതുകൊണ്ടാ. അയ്യോ, ഒരു അമ്മയെന്നുള്ള ഒരു ഗൗരവമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിച്ച ആന്റീനൊക്കെ ഒരു പവർ ഇല്ല അല്ലേ? പക്ഷെ ഇവരൊക്കെ അങ്ങനെ, ഇവര് കളിതമാശ പറയുമ്പോ ഞാൻ ഇവരുടെ കൂടെ അങ്ങ് കൂടും. എന്താന്നറിയോ, അപ്പൊ ഞാൻ കൊച്ചുകുട്ടിയാവും. എനിക്ക് തോന്നിയിട്ടുള്ള ഒട്ടും പ്രായത്തെക്കുറിച്ച് കോൺഷ്യസ് ആവാത്ത മലയാള സിനിമയിലെ ഏക നടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൊന്നൂറ്റിയെക്കാട്ടിലും ഒരുപാട് പ്രായമുള്ള ഒരു അമ്മയായിട്ട് അഭിനയിക്കുമ്പോഴും ഇതേ ഫീല്. നമുക്കൊക്കെ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റൊക്കെ ഇപ്പൊ എനിക്ക് ഒരു 90% ആകും ഞാൻ കോൺഷ്യസ് ആവാറില്ല. എങ്കിൽ പോലും ചില നമ്മുടെ പ്രായത്തിൽ കഴിഞ്ഞ കുറെ അങ്ങനത്തോളം എന്തിനാ അത് ഇപ്പോഴേ ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. ഗ്രേഡ് ഇല്ല, ഞാൻ ഗ്രേഡ് ഇടാൻ പറ്റില്ല എന്നൊക്കെ പറയാം. സിദ്ധു, എനിക്ക് 21 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ തൊമ്മന്റെ മക്കൾ ചെയ്യുമ്പോ. അന്ന് വിഗും ഇല്ല, വെച്ചങ്ങ് ഹെയർ വൈറ്റ് അടിച്ച് കയറ്റുമായിരുന്നു. മക്കൾ ആരൊക്കെയാണ്? മക്കളാരായിരിക്കും? സത്യമാഷും തടിമാടന്മാരാ മക്കള്. അല്ല, ഉർവശിക്കൊന്നും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല അല്ലേ? പ്രായത്തിനേക്കാൾ കൂടിയ ആളുകളെ മക്കളായിട്ട് അഭിനയിക്കാൻ ഉണ്ടായിട്ടില്ല. ഇത് മാത്രമല്ല, അത് അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മളുണ്ടോ? ഉണ്ടായിട്ടുമില്ലല്ലോ. ഇനിയിപ്പം ചിലപ്പം പറ്റുമായിരിക്കും. എനിക്കൊക്കെ ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടാ തോന്നിയത്. തീർച്ചയായിട്ടും. അങ്ങനെ എടുത്തു. പിന്നെ അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു ഇമേജിൽ എങ്ങും നിലനിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യമില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ല. ആരോ പറഞ്ഞ മാതിരി രാവിലെ വരിക, ഒരു മുണ്ടും നേരിത് എടുത്ത് അങ്ങോട്ട് കൊടുക്കുക, ഒരു വിഗും തലേ വെക്കുക, കുറച്ച് ഗ്ലിസറിനും അങ്ങോട്ട് 4 ഡയലോഗും പറഞ്ഞ് ചെക്കട് എന്ന് പറയുന്നു. പക്ഷെ തോന്നിയിട്ടുണ്ട്, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ കരയുന്ന റോളുകൾ മാത്രം ഒരുപാട് എടുക്കുന്നു? കോമഡി എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അതന്നെ ഇഷ്ടം. എന്നാലും നമ്മൾ അല്ലല്ല, ഞാൻ പണ്ട് ശശികുമാർ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുറേ പടം, ശശികുമാർ സാർ അറിയാമോ? അദ്ദേഹത്തിന്റെ കുറേ പടങ്ങൾ, കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല അമ്മ. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് വ്യത്യാസമായിട്ടൊന്ന് ചെയ്യണമെന്നുണ്ട്. എന്താ കോമഡി അഭിനയിക്കുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോമഡി പറഞ്ഞാൽ ചിരിക്കാവുന്നല്ല, അത് കോമഡി കാണിക്കാനും പറയാനും അറിഞ്ഞൂടാ. പിന്നെന്താ അഭിനയിക്കണ്ട? ഞാൻ പറഞ്ഞൊരു വില്ലത്തി വേഷം ഒന്ന് ചെയ്താൽ കൊള്ളാം. എൻ്റെ പൊന്നമ്മച്ചി, നിങ്ങളുടെ മോഹം അതിന് കൊള്ളൂല. എന്താണ് പൊന്നമ്മച്ചിയായിട്ടുള്ള ഒരു അനുഭവങ്ങൾ? എന്താണ് ഓർമ്മ വെക്കാനുള്ള? ആദ്യം കണ്ടത് എന്നാണ്? അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ട്? അങ്ങനെ ഓർക്കാൻ പറ്റാത്ത ചിലരുണ്ട് സിദ്ധു. നോർമലായിട്ട് പരിചയപ്പെട്ട ഒരു മുഹൂർത്തമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരും. ഇത് എല്ലാം കുടുംബത്തിൽ ഒന്നിച്ചാന്നൊരു തോന്നൽ വരുമ്പോ എപ്പോഴാ കണ്ടത് എനിക്കറിയാൻ വയ്യ. ചിലപ്പോ പൊന്നിന് മനസ്സിൽ ഓർമ്മ വരുമായിരിക്കും കൊച്ചിലെ എപ്പോഴാന്ന്. കുറെ നല്ല പടങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറെ കുടുംബവിശേഷം കുടുംബവിശേഷം നല്ലോണം ഭയങ്കര ഫീൽ ചെയ്തൊരു പടം. പിന്നെ ഭാരതം. പിന്നെ നമുക്ക് ആകെ പറയാനുള്ളത് അമ്മ പൊന്നമ്മ ചേച്ചി മാത്രം. മെച്ചൂരിറ്റി വരാത്തൊരമ്മ. അയ്യോ, പിന്നെ കുറെ നല്ല, അതല്ലാത്ത കുറെ നല്ല കഴിവുകൾ ഉണ്ടായിട്ട് അതിനെ പ്രൊജക്ട് ചെയ്യാൻ ഒട്ടും ശ്രമിക്കാത്ത ഒരു ഇതും കൂടെ ഉണ്ട് നമുക്കൊക്കെ. പാട്ടൊക്കെ അതിൻ്റെ ഒരു വലിയ വശമാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ ഈ മീഡിയാസ് ഒരുപാട് വളർന്നു, നമ്മൾ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടൊക്കെ. എനിക്കൊക്കെ ഉള്ള പേടിയെന്ന് എന്താണെന്നറിയാമോ? ഈ ഒന്നും അറിയാതെ എന്തും ചെയ്യാൻ പറ്റും, അറിഞ്ഞവൻ ചെയ്യാൻ വളരെ ആലോചിക്കണം. മർമ്മം അറിയുന്നവൻ തല്ലൂല എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതുകൊണ്ട് പാടിയിരുന്നത് കൊണ്ട് എനിക്ക് പേടിയാണ്. എന്നാലും സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടില്ലേ? സിനിമയ്ക്ക് വേണ്ടി അത് എൻ്റെ വോയിസ് അല്ലേ പാടിയത്, എനിക്ക് വേണ്ടി പാടി. തീർത്ഥയാത്രയില് പൊന്നു സിദ്ധു എനിക്ക് പറ്റില്ല. എത്ര കാറ്റ് മാത്രം മതി, പ്ലീസ് അത് മാത്രം പറയരുത്, എനിക്ക് പാടാൻ പറ്റില്ല. ഫുൾ പാട്ടാണോ പാടിയേ? പിന്നെ ചേച്ചിയും പിന്നെ ആരായിരുന്നു കൂടെ? മാധുരി. അംബികെ ജഗദംബികെ, അംബികെ ജഗദംബികെ ആ പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞാൽ പാടില്ല, പാടാൻ. സിനിമ ഇത്രയും സിനിമ ചെയ്തു അല്ലെങ്കിൽ സീരിയൽ ചെയ്തു, എന്നാലും സ്റ്റേജ് ആ ഇഷ്ടം അല്ല, ഞാനത് പറയില്ല. കാരണം
ഞാൻ സ്റ്റേജിൽ അഭിനയിക്കുന്ന കാലത്ത് ഞാനൊരു നടിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. ഒന്നാമത് അനുഭവമില്ല. എന്നിട്ടും തോപ്പിലാശാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും അങ്ങനെ അത് ഉൾക്കൊണ്ടൊന്നും അഭിനയിക്കാൻ ഒരു കഴിവുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അന്ന് ഈ പാടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. പിന്നെ അന്ന് ആ ഏജിൻ്റെ ഹീറോയിൻ ക്യാരക്ടർ എന്നൊക്കെ പാടി രക്ഷപ്പെട്ട് പോകുക എന്നുള്ളതാണ്. നല്ല നടിയൊന്നും ആയിരുന്നില്ല ഞാൻ സ്റ്റേജിൽ. എനിക്ക് നിറഞ്ഞ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് അഭിനയിക്കാൻ സാധിച്ചതും അഭിനയിക്കണമെന്ന് തോന്നലുണ്ടായതും അഭിനയം പഠിക്കാൻ ശ്രമിച്ചതും ഒക്കെ. എന്നാൽ ഞാനിതൊന്നും പഠിച്ചിട്ട് വന്നതല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമ പോലും ഞാൻ ആദ്യം നാടക ക്യാമ്പിൽ വെച്ച ആദ്യത്തെ സിനിമ തമിഴ് സിനിമ മുതലാളി. അവിടെ അടുത്തൊരു നാടകത്തിൽ അഭിനയിക്കുന്നവരെ നാടകം കണ്ടിട്ടില്ല, സിനിമയിൽ അഭിനയിക്കുന്നവരെ സിനിമയും കണ്ടിട്ടില്ല. അതാണ് എൻ്റെ ഒരു ഏറ്റവും അത്ഭുതം.